രഞ്ജിത്തിന്റെ ഫ്രെയിമിൽ വി.എസ്. രഞ്ജിത്തിന്റെ ഫ്രെയിമിൽ അതാ വരുന്നു. ആധാര ഇല്ല സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആ, ഫ്രണ്ടില് നല്ലപോലെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. രഞ്ജിത്തിന്റെ ആരാ വരുന്നത്? ആശങ്ക ഇത് രാഹുലിനെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വി.എസ്. രഞ്ജിത്ത്, ഇതെന്താണ് നമ്മൾ കാണുന്നത്? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂപമാണ് പോകുന്നത്. രാഹുലിനോട് ഒരല്പം മുഖച്ഛായ തോന്നും, പക്ഷെ രാഹുൽ പൂർണ്ണമായും രാഹുലല്ല. രാഹുലിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ക്ഷീണം സംഭവിച്ച പോലെയുണ്ട്. എന്തായാലും രാഹുലിന്റെ ഒരു രൂപമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പോയിക്കൊണ്ടിരിക്കുന്നു. രാഹുലിനാണ് ഉദ്ദേശിച്ചുള്ളതെന്ന് ഉറപ്പാണ്. രാഹുലിന്റെ ചിരി ഒന്ന് മുഖം കാണിക്കാം സുബേറെ. രഞ്ജിത്തെ, എന്റെ രാഹുലിനല്ല, എന്റെ രാഹുൽ മാങ്കൂട്ടത്തിലേക്കിനല്ല. രാഹുലിന്റെ മുഖത്തായ രാഹുലിന്റെ ഒരു ചിരിയൊന്നും ഇല്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂപമാണെന്നാണ് പറയുന്നത്, പക്ഷേ രാഹുലിന്റെ ഒരു ചിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത്രയ്ക്ക് കൂടി ശരിയായില്ല. എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫിഗറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത, ഇനിയിപ്പോ 1 മണിക്കൂർ തികച്ചില്ല കൊട്ടിക്കലാശം അവസാനിക്കാൻ. ഈ ഒരു റോഡ് ഷോയിലൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടുവരിക, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തായിരിക്കുമോ വരിക? സുജയ, പല ഭാഗത്തായിട്ടുണ്ട്. ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള യുവജന നേതാക്കന്മാരുണ്ട്. അതുപോലെ ഓരോ ജില്ലയിൽ നിന്നെത്തുന്ന പ്രവർത്തകന്മാർ പല ഭാഗത്തായി കൂടി നിൽക്കുന്നു. ഇപ്പോഴുള്ള ഈ സ്റ്റേഡിയം ജംഗ്ഷന്റെ ഭാഗത്ത് വലിയ ആൾക്കൂട്ടം റോഡിന്റെ 2 ഭാഗത്തുമായിട്ട് റാലി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ ആ റാലിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല, കാരണം അത്രമേൽ ആൾക്കൂട്ടം. നിങ്ങളൊക്കെ എവിടുന്ന് വരിക? കോട്ടയം. ഈ രാഹുലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ എന്താ കാണുന്ന ഒരു പ്രതീക്ഷ? 100% വിജയം, ഗംഭീര വിജയം. പാലക്കാട് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയത്തിൽ രാഹുൽ വലിയ വിജയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ. യു.ഡി.എഫിന്റെ റോഡ് ഷോയിൽ നമുക്ക്